Hello guys, ഇന്നത്തെ വീഡിയോ നമുക്ക് സാംസങ് ഗാലക്സി S21FEയുടെ കുറച്ച് ഹിഡൻ സെറ്റിങ്സിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുള്ളായ ഫീച്ചേഴ്സാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ട്രിക്ക് നോക്കുക വെച്ചാൽ നമ്മുടെ സാംസങ് ഗാലക്സി S21FEയിൽ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുക, ഈ വോളിയം ഡൗൺ ബട്ടൺ ആൻഡ് പവർ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ സാംസങ് ഗാലക്സി S21FEയിൽ വേറെ കുറേ വഴികളുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ വഴി നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പാം ഇങ്ങനെ വയ്ക്കുക, പാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിങ്സിൽ പോവുക. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഗെസ്റ്റേഴ്സ് അടിച്ചു കൊടുക്കുക. ഗെസ്റ്റേഴ്സ് മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സ് എന്ന് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സിൽ പോവുക. അവിടെ പോയിട്ട് നമുക്ക് പാം സ്വൈപ്പ് ടു ക്യാപ്ചർ ഈ ഓപ്ഷൻ നിങ്ങൾ ഓണാക്കി വെക്കണം. ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പാം വെച്ചിട്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. മൂന്നാമത്തെ വഴി ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ പാനലിൽ ഡൗൺ ആക്കണം. ഡൗൺ ആക്കുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഡൗൺ ടേക്ക് സ്ക്രീൻഷോട്ട്. ഇപ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേക്ക് സ്ക്രീൻഷോട്ട് ഓപ്ഷൻ ഉണ്ടാവും. അത് ഡ്രാഗ് ചെയ്തിട്ട് താഴത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡ്രാഗ് ചെയ്തിട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ടേക്ക് സ്ക്രീൻഷോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ കറൻറ്റ് പേജ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. നാലാമത്തെ വഴി ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ഐഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, ഇങ്ങനെ പിന്നിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അത് നമുക്ക് സാംസങ് ഗാലക്സി S21FEയിലും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗാലക്സി സ്റ്റോറിൽ പോവുക. ഗാലക്സി സ്റ്റോറിൽ പോയിട്ട് ഈ ഗുഡ് ലോക്ക് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കുക. ഗുഡ് ലോക്ക് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ട് ഈ ഗുഡ് ലോക്ക് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ഗാലക്സി S21FEനെ നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് ഡൗൺലോഡ് ആക്കി വെച്ചോളൂ. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ താഴത്തുണ്ടാവും മേക്കപ്പ് ആൻഡ് ലൈഫ് അപ്പ്. ഇപ്പോൾ ലൈഫ് അപ്പിൽ പോയിട്ട് നിങ്ങൾ ഈ രജിസ്റ്റർ ഉണ്ടാവും, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ബാക്ക് ടാപ്പ് ആക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡബിൾ ടാപ്പ് ഉണ്ട്, ട്രിപ്പിൾ ടാപ്പ് ഉണ്ട്. അപ്പോൾ ഡബിൾ ടാപ്പിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ ആക്ഷൻ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ, അതിലത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ട്. അതേമാതിരി നമ്മൾ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ട്രിപ്പിൾ ടാപ്പ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. അഞ്ചാമത്തെ വഴി എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുകയെന്ന്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക എഡ്ജ് പാനൽ, എഡ്ജ് പാനൽ. അപ്പോൾ എഡ്ജ് പാനൽ ഇവിടെ ഓഫാക്കി വെച്ചിരിക്കുകയാണ്, അത് ഓൺ ആക്കുക. ഓൺ ആയി കഴിഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എഡ്ജ് പാനൽ ഉണ്ടാവും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പാനൽസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കുറേ ഷോർട്ട് കട്ട്സ് കിട്ടും. ഇപ്പോൾ ഇവിടെ സ്മാർട്ട് സെലക്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്മാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് എടുക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഡ്ജ് പാനൽ ഞാൻ ആക്ടിവേറ്റ് ആക്കുകയാണ്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഓവൽ ടൈപ്പാണോ വേണ്ടത്, റെക്റ്റാങ്കിളാണോ വേണ്ടത്, അത് ആനിമേഷനാണോ ഉണ്ടാക്കേണ്ടത്, അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഓവലാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ ഓവലായിട്ട് ഏത് ഭാഗത്ത് സ്ക്രീൻഷോട്ടാണ് എനിക്ക് എടുക്കേണ്ടത് അതിങ്ങനെ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ സ്ക്രീൻഷോട്ടായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും സാംസങ് ഗാലക്സി S21FEയിൽ. അടുത്ത് നമുക്ക് ഗാലറിയുടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ക്യാമറയിൽ പോവാണ്, താഴത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു നത്തിങ് ഫോണിൻ്റെ ഫോട്ടോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഫോണിലൊക്കെ നമ്മൾ ഇമേജ് ക്ലിപ്പറിൻ്റെ ഓപ്ഷൻ കിട്ടാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പിക്ചർ ഇങ്ങനെ ഹോൾഡ് ആൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ മാത്രമായിട്ട് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് തരുന്നത്, അങ്ങനത്തെ ഒരു ഫീച്ചർ നമ്മുടെ സാംസങ് ഗാലക്സി S21FEയിലുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ നത്തിങ് ഫോണും ഈ കൈയും മാത്രമാണ് എനിക്ക് വേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ ഇമേജ് നമുക്ക് ഇമേജ് ക്ലിപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, ഇമേജ് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ട്രിക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ
ഫോണിൻ്റെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കൂ. അപ്പോൾ ആ ഫോട്ടോ നമുക്ക് അത്ര ഇമ്പ്രസീവായി തോന്നുന്നില്ല. അപ്പോൾ ആ ഫോട്ടോ നമുക്ക് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീമാസ്റ്റർ പിക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഫോട്ടോ എൻഹാൻസ് ആയി കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇത് ബിഫോർ ഫോട്ടോ, ഇത് ആഫ്റ്റർ ഫോട്ടോ, ഇത് ബിഫോർ ഫോട്ടോ. കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസ് വെച്ചിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്ക് നോക്കാം. ഇപ്പോൾ ഒരു മൗസിൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൗസ് എനിക്ക് റിമൂവ് ചെയ്യണം, മീൻസ് ഒബ്ജക്റ്റ് റിമൂവർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമ്മുടെ സാംസങ് ഗാലക്സി S21FEയിൽ. അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പെൻസിലിൻ്റെ മാർക്കുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് എറേസർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മൗസിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇവിടെ എറേസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ആ മൗസ് ബാക്ക്ഗ്രൗണ്ടിന് ഇങ്ങനെ റിമൂവ് ആവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു ട്രിക്ക് നോക്കാം. ഇത് കുറച്ച് യൂസ്ഫുള്ളായ ട്രിക്ക് ആയിരിക്കും എല്ലാവർക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 3 വര ഉണ്ടല്ലോ, 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ എബൌട്ട് ഗാലറിയിൽ പോവുക. എബൌട്ട് ഗാലറിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ വെർഷൻ നമ്പർ ഉണ്ടല്ലോ, അവിടെ നമുക്ക് 3-4 ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ലാബ്സ് എനേബിൾ ആവും. അപ്പോൾ ഈ ഗാലറി ആപ്സിൽ പോയിട്ട് നമുക്ക് ആൽബം എൻട്രി ലോക്സ് ഇത് ആദ്യം ഓൺ ആക്കണം. ഗാലറി ലാബ്സിൽ പോയിട്ട് ആൽബം എൻട്രി ലോക്സ് നമ്മൾ ഒന്ന് ഓണാക്കി വെക്കണം. ഇതെന്താണെന്ന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഗാലറീൻ്റെ ഉള്ളിൽ കുറച്ച് പ്രൈവറ്റ് ആൽബംസൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് പെർട്ടിക്കുലറായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ഓപ്ഷൻ എനേബിൾ ആക്കി വയ്ക്കുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കൺവേർട്ടഡ് പറഞ്ഞ ഈ ആൽബം എനിക്കൊന്ന് ലോക്ക് ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോക്ക് ആൽബം പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, അത് ലോക്കായി കഴിഞ്ഞു. ഇപ്പോൾ ഇനി എനിക്ക് ഈ ഗാലറി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കേണ്ട. ആ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ ആൽബം ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോക്ക് സ്ക്രീനിൻ്റെ ക്ലോക്ക് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഷോർട്ട് കട്ട്സ്, കോളിങ്ങും ക്യാമറ ഒക്കെ, അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പവർ ബട്ടൺ അമർത്തുക. അപ്പോൾ ലോക്ക് സ്ക്രീൻ വന്നല്ലോ. അപ്പോൾ ഇവിടെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് വയ്ക്കും. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ലോക്ക് സ്ക്രീന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോക്കിൻ്റെ ഇത് മാറ്റാൻ പറ്റും. കണ്ടില്ലേ, ക്ലോക്ക് മാറ്റാൻ പറ്റും ഇതുമാതിരി. അതേമാതിരി നിങ്ങൾക്ക് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് കുറേ ക്ലോക്ക് സ്റ്റൈൽസ് കിട്ടും. കണ്ടില്ലേ, അപ്പോൾ അതിലത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ തൽക്കാലം ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി ക്ലോക്കിൻ്റെ ഈ ടൈമിൻ്റെ കളർ ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുമാതിരി നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ്റെ ഇതുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അതെങ്ങനത്തെയാണ് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യുക. നണ്ണ് വേണമെങ്കിൽ നണ്ണ് കൊടുക്കുക. ഐക്കൺ ഓൺലി വേണമെങ്കിൽ എങ്ങനെയാവും വരിക. ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ ട്രാൻസ്പെറൻസി എത്ര വേണം നമുക്ക് കൂട്ടി വയ്ക്കാനും കുറയ്ക്കാനും പറ്റും. അതുമാതിരി നമുക്ക് ഈ കോൺടാക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, കോളിൻ്റെയും ക്യാമറയുടെയും, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കോളിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് ആപ്പാണ് വെക്കേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി ക്യാമറയുടെ ഇവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത് അത് ഷോർട്ട് കട്ടാക്കി വെക്കാൻ പറ്റും. ലോക്ക് സ്ക്രീൻ ഷോർട്ട് കട്ടായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് എഡ്ജ് പാനലിനെ പറ്റി നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സിൽ പോവുക, സെർച്ച് ചെയ്യുക, എഡ്ജ് സെർച്ച് ചെയ്യുക. എഡ്ജ് പാനലിൽ ക്ലിക്ക് ചെയ്യുക, താഴത്തേക്ക് വരിക. ഇവിടെ എഡ്ജ് പാനലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാനൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ സ്മാർട്ട് സെലക്ട് ഉണ്ട്, ആപ്സ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, ടാസ്ക് ഉണ്ട്, വെതർ ഉണ്ട്, ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ അത് സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയത് സ്മാർട്ട് സെലക്ട്, ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതേമാതിരി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് എഡ്ജ് പാനലിന് പെട്ടെന്ന് ലോഞ്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതേമാതിരി പീപ്പിൾ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ പേര് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എഡ്ജ് പാനലിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അവരെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. അതേമാതിരി നമുക്ക് കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഓരോരോ ഫീച്ചേഴ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് ഈ എഡ്ജ് പാനലിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും.
അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇവിടെ ആയിട്ടാവും വരിക. ഇപ്പോൾ എനിക്ക് കൺവീനിയൻസിന് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റാം നമുക്ക് നോക്കാം. ഹാൻഡിൽ പോവുക. ഹാൻഡിൽ പോയിട്ട് നമുക്ക് കുറേ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ലോക്ക് ഹാൻഡിൽ പൊസിഷൻ. ഇപ്പോൾ നമ്മൾ ലോക്ക് ആക്കിയിട്ടില്ലെങ്കിൽ ഈ എഡ്ജ് പാനലിൻ്റെ പൊസിഷൻ നമുക്ക് മുകളിലേക്കും താഴത്തേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ലോക്ക് ആക്കി വയ്ക്കുക നിങ്ങളുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച്. അതേമാതിരി ഇതിൻ്റെ സ്റ്റൈല് മാറ്റാൻ പറ്റും. നമുക്ക് കണ്ടില്ലേ, കളർ മാറ്റാൻ പറ്റും എഡ്ജ് പാനലിൻ്റെ. അതേമാതിരി ട്രാൻസ്പെറൻസി എത്ര വേണം അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സൈസ് എത്ര വേണം എഡ്ജ് പാനലിൻ്റെ അത് നമുക്ക് കൂട്ടാനും പറ്റും. അത് തിന്നും വിത്ത് എത്ര വേണ്ട, തിക്കോ വേണോ തിന്ന് വേണോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഡ്ജ് പാനലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് നമുക്ക് എഡ്ജ് ലൈറ്റിങ്ങിനെ പറ്റി നോക്കാം. എഡ്ജ് ലൈറ്റിംഗ് പറയണത് എന്താ, നമുക്ക് വലിയ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഈ സ്ക്രീൻ മൊത്തമായിട്ട് ഈ റൗണ്ടായിട്ട് ക്ലിക്ക് ചെയ്യും. അതേമാതിരി നമുക്ക് ക്യാമറയുടെ ബമ്പിൻ്റെ അവിടെ നോട്ടിഫിക്കേഷൻ ചെറുതായിട്ട് കാണിക്കും. അതേമാതിരി നമുക്ക് കുറേ എഫക്ട്സൊക്കെ കാണാൻ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എഡ്ജ് ലൈറ്റിംഗ് അടിച്ചു കൊടുക്കുക. EDG എഡ്ജ് അടിക്കുക. എഡ്ജ് ലൈറ്റിംഗ് സ്റ്റൈലിൽ പോവുക. അത് കഴിഞ്ഞിട്ട് എഡ്ജ് ലൈറ്റിംഗ് സ്റ്റൈലിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടില്ലേ ഇവിടെ 4 പുറം ലൈറ്റ് കത്തും ചെയ്യും. നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ കത്തും ചെയ്യും. ഇപ്പോൾ ഫയർ ക്രാക്കേഴ്സ് കൊടുക്കാൻ വെച്ചാൽ കണ്ടില്ലേ ഇങ്ങനെ കത്തും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏത് എഫക്റ്റ് വേണേൽ കൊടുക്കാനും പറ്റും. അതേമാതിരി കളർ ഏതാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. നമുക്ക് കളറ് സെലക്ട് ചെയ്യാം. അതേമാതിരി അഡ്വാൻസ് ട്രാൻസ്പെറൻസി എത്രയാണ് വേണം, വിത്ത് എത്ര വേണം, ഡ്യൂറേഷൻ എത്ര വേണം, എത്ര നേരം വെക്കണം അത്ര നേരം ഇത് കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ. അതേമാതിരി നമ്മുടെ സാംസങ് ഗാലക്സി S21FE നത്തിങ് ഫോണിൽ ഉള്ളൊരു ചെറിയൊരു ഫീച്ചർ ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നത്തിങ് ഫോണിൽ നമുക്ക് വലിയ നോട്ടിഫിക്കേഷൻ വരികയെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് ഇങ്ങനെ കത്തുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് സാംസങ് ഗാലക്സി S21FE അതെങ്ങനെയാണ് എനേബിൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ accessibility പോവുക. accessibilityയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സിൽ പോവുക. അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ ഫ്ലാഷ് കത്തേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലി ഞാൻ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലാഷ് കത്തുന്നതാണ്. അതേമാതിരി നമുക്ക് സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് സ്ക്രീൻ ഇങ്ങനെ ഫ്ലാഷ് ആവും. കണ്ടില്ലേ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലാഷ് ആവും. അപ്പോൾ അതേമാതിരി നമുക്ക് ആപ്ലിക്കേഷനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ആപ്ലിക്കേഷന് അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഇങ്ങനെ ഫ്ലാഷ് ആവേണ്ടത് അത് നമുക്ക് ഇവിടെയും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ പ്രിവ്യൂവിന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പ്രിവ്യൂവിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈറ്റ് കത്തുന്നതാണ് ബാക്കിൽ. അതേമാതിരി നമുക്ക് സ്ക്രീനിലും ഇങ്ങനെ ഫ്ലാഷായി കാണിക്കും. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കുറച്ച് വലുതായി. അപ്പോൾ ഇതിൽ ഇനിയും അധികം കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫൈനൽ ഒരു ട്രിക്ക് പറഞ്ഞു തരാൻ പോണത്, നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നമ്മൾ ഡൈനാമിക് ലോക്ക് സ്ക്രീനിൻ്റെ ഒരു ഓപ്ഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഡൈനാമിക് ലോക്ക് സ്ക്രീൻ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലോക്ക് സ്ക്രീന് എപ്പോഴും ഓഫും ഓണാക്കുമ്പോൾ നമ്മുടെ വാൾപേപ്പർ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ ഡാറ്റ കൺസ്യൂം ചെയ്യും. അതേമാതിരി നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും ചെയ്യും. പക്ഷേ അത് നമുക്ക് മാനുവലാക്കിയിട്ട് നമ്മുടെ വാൾപേപ്പേഴ്സിനെ അങ്ങനെ വെക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യണം. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ആൽബംസിൽ പോവുകയാണ്. ആൽബംസിൽ പോയി കഴിഞ്ഞിട്ട് വ്യൂ ഓളിൽ പോവുകയാണ്. ഇപ്പോൾ ഈ കുറച്ച് വാൾപേപ്പേഴ്സ് ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം നമുക്ക് അങ്ങനെ 15 വാൾപേപ്പേഴ്സ് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് വാൾപേപ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ 15 വാൾപേപ്പേഴ്സ് സെലക്ട് ആയി കഴിഞ്ഞു. എന്നിട്ട് മോറിൽ പോവുക. മോറിൽ പോയി കഴിഞ്ഞിട്ട് സെറ്റ് ആസ് വാൾപേപ്പർ കൊടുക്കുക. സെറ്റ് ആസ് വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മാജിക് കാണിച്ചു തരാം. അവിടെ ഞാൻ ഈ ഫോൺ ലോക്ക് ആക്കുകയാണ്. ഒന്നുകൂടി ലോക്ക് സ്ക്രീൻ തുറക്കുമ്പോൾ കണ്ടില്ലേ, ഒന്നുകൂടി ഞാൻ ചെയ്യുമ്പോൾ വാൾപേപ്പർ മാറുന്നതാണ്. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഡാറ്റയും കൺസ്യൂം ആവില്ല, ബാറ്ററി ലൈഫും ഡ്രെയിൻ ആവില്ല. അപ്പോൾ ഇതുമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് കാണാൻ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോസ്റ്റ് ചെയ്യുന്നതാണ് സാംസങ് ഗാലക്സി S21FE പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.